എന്റെ 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച മലയാളം മുൻഷി എന്നോട് ചോദിച്ചു തിലകന്റെ അർത്ഥം എന്താണ്. ഞാൻ പറഞ്ഞു തിലകന്റെ അർത്ഥം തിലകൻ പൊട്ടുള്ളവൻ അല്ല പൊട്ടൻ എന്നാണ്. പറഞ്ഞു തിലകം പൊട്ട് തിലകൻ പൊട്ടൻ. അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചു എന്താണ് ദശരഥം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് 10 രഥം. ദശരഥൻ എന്ന് പറഞ്ഞാലോ 10 രഥം ഉള്ളവൻ. ആ ഉള്ളവൻ എവിടെ നിന്ന് വന്നു? അപ്പൊ തിലകൻ എന്ന് പറഞ്ഞാൽ പൊട്ടുള്ളവനല്ലേ? അല്ല പൊട്ടനാ. ഇപ്പൊ സാറൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ? സാറ് ഞങ്ങളെ പഠിപ്പിക്കാൻ അർഹനല്ല. ആദ്യത്തെ ദിവസമാണ് 10ാം ക്ലാസ്സിലോട്ട് കയറി ആദ്യത്തെ ദിവസമാണ്. ഉടനെ സാറ് പറഞ്ഞു താനിങ്ങി ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് പകുതി വഴിയായി പറഞ്ഞ പുസ്തകം കൂടെ എടുത്തോ കയ്യിൽ. അതെന്തിനാ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അല്ല അതിന് മുഴുവൻ പുസ്തകം എടുക്കണല്ലോ, മലയാള പുസ്തകം മാത്രം എടുത്താ പോരെ. ഉടനെ ഇയാൾക്ക് വഴിമുട്ടി. ഇയാളെ പുറത്തു പോകണം. അങ്ങനെ എന്നെ വരാന്ത നിർത്തി. ഞാൻ വരാന്ത നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ പിടികൂടി മാപ്പ് പറഞ്ഞ് കേളാന്ന് പറഞ്ഞു. ഇന്ന് ഈ അമ്മ എന്നെ കൊണ്ട് മാപ്പ് പറയാൻ ശ്രമിച്ച പോലെ അന്ന് ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് കയറാം. ഞാൻ പറഞ്ഞു ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, മാപ്പ് പറയുന്നത്. മാപ്പ് പറഞ്ഞില്ല. എന്നെ ആ കൊല്ലം അതായത് 10ാം ക്ലാസ്സിൽ മലയാളം ക്ലാസ് കയറ്റിയില്ല. ഞാൻ വിദ്യാർത്ഥി മുതിർത്തി പോയിട്ട് മലയാളം ഗൈഡ് വാങ്ങിച്ച് ഈ പീരീഡിൽ പോയിരുന്ന് പഠിച്ചിട്ട് എനിക്ക് 89 മാർക്കുണ്ടായിരുന്നു മലയാളത്തിൽ. 100ൽ നല്ല മാർക്ക്. മലയാളത്തിന് ഒരിക്കലും അത്രയും മാർക്ക് കിട്ടുകയില്ല. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ബുക്ക് വാങ്ങിച്ച് കോളേജിൽ ചേരാനായിട്ട് MD സെമിനാരിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മെയിൻ ഗേറ്റിൽ കൂടി മലയാളം മുൻഷി കയറി വരികയാണ്. എന്നോട് ചോദിച്ചു ജയിച്ചോടാ നിങ്ങൾ ജയിച്ചു കാണുക? ഞാൻ പറഞ്ഞു ജയിച്ചു സാറേ, ഫസ്റ്റ് ചാൻസ് ജയിച്ചു. എത്ര മാർക്കുണ്ട്? ഞാൻ പറഞ്ഞു നല്ല മാർക്കുണ്ട്. മൊത്തം മാർക്ക് പറയും മലയാളത്തിന്റെ കാണുമെന്ന് ചോദിച്ചു. 89 ഉണ്ട് സാർ. സാറിന് ഇനി രാജിവെച്ച് വെക്കൂടെ? സാറിന്റെ ആവശ്യം ഈ സ്കൂളിലില്ല എന്ന് പറഞ്ഞ് ചെവിയിലൊരു ഉക്കിരം തെറിയും പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു അയാളെ തെറി പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര സുഖമായിരുന്നു.